SIR നടപടികളുടെ ഭാഗമായി വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന BLO ആപ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പരാതി. OTP ഉപയോഗിച്ച് പലപ്പോഴും ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. പരാതി അറിയിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് പറയുന്ന ഗൂഗിൾ മീറ്റ് ലിങ്കിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പരാതി. സർ, ഇതിൽ ഒന്നാമത്തത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളോട് OTP ആവശ്യപ്പെടുകയാണ്. അങ്ങനെ OTP ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് രണ്ടാമത്തെ പിക്ചർ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റീസെൻറ്റ് കൊടുക്കും. റീസെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് മൂന്നാമത്തെ പിക്ചർ. റീസെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് OTP 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് OTP വരുന്നത്. ആ OTP അടിച്ചു കഴിയുമ്പോൾ നാലാമത്തെ പിക്ചറിലുള്ള മെസ്സേജാണ് നമുക്ക് വരുന്നത്. ഇത് തുറക്കാനേ കഴിയുന്നില്ല. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, അല്ലെങ്കിൽ തന്നെ ജോലി സമ്മർദ്ദമാണ് എന്നുള്ള പരാതി BLO മാർക്കുണ്ട്. അതൊക്കെ മറികടന്നാണ് അവർ അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഈ ആപ്പ് കൂടി അവരെ പ്രശ്നത്തിലാക്കുകയാണോ ഗോകുൽ കെ വേണുഗോപാൽ? റിജിത്ത്, ഏറെക്കുറെ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയാവുകയും അവ തിരിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്ത സമയത്താണ് അടുത്ത പ്രതിസന്ധി BLO മാർ നേരിടുന്നത്. ഈ ആപ്പ് വഴി ഡിജിറ്റലൈസേഷൻ ചെയ്യണം. അതായത് വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു വാങ്ങിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ആപ്പ് വഴി ഡിജിറ്റലൈസ് ചെയ്യുകയാണ് വേണ്ടത്. അത് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും ആപ്പിലേക്ക് ലോഗിൻ ചെയ്യണം. BLO മാരുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. ആ സമയത്ത് ഒരു OTP വഴിയും OTP വെരിഫിക്കേഷൻ വഴി മാത്രമേ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ആദ്യം OTPക്കുള്ള സമയം എന്ന് പറയുന്നത് 3 മിനിറ്റാണ്. നമ്മൾ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് പിന്നീട് OTP 3 മിനിറ്റിനകം വരുന്നില്ല. പിന്നീട് വീണ്ടും റീസെന്റ് കൊടുക്കുമ്പോഴാണ് ആദ്യം OTPക്ക് വേണ്ടി അപേക്ഷിച്ച ആദ്യ OTP ലഭിക്കുന്നത്. അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കും. ഈ പുലർച്ചെയും 2 മണി തൊട്ട് 4 മണി 5 മണി സമയത്തൊക്കെ ചില സമയങ്ങളിലെങ്കിലും ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പരാതി വ്യാപകമായതോടെ ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 24 മണിക്കൂർ ആ ഗൂഗിൾ മീറ്റ് ലിങ്ക് പ്രവർത്തിക്കുമെന്നും എന്തൊക്കെയാണ് പരാതി എന്നുള്ളത് അവിടെ അറിയിക്കാൻ സാധിക്കുമെന്നുമൊക്കെയാണ് ECI പറയുന്നത്. എന്നാൽ ആ ഗൂഗിൾ മീറ്റ് ലിങ്ക് വഴി പരാതി അറിയിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഏകദേശം 263 ബൂത്തുകളാണുള്ളത്. അതിൻ്റെ ഒരു ഡോക്യുമെന്റ് കഴിഞ്ഞ ദിവസം 10 മണിവരെ എത്രത്തോളമാണ് ഈ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുന്നതിനെ സംബന്ധിച്ച വിവരം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ കോളത്തിൽ ഒരു റെഡും മാർക്ക് ചെയ്തതായിട്ട് കാണാം. അത് കൃത്യമായി ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത BLO മാരുടെ വിവരങ്ങളാണ്. അതായത് 1% പോലും പൂർത്തിയാക്കാത്ത BLO മാർ ഇപ്പോഴും ഉണ്ട്. അത് ഈ ആപ്പ് പണിമുടക്കുന്നതുകൊണ്ടാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഒക്കെ എണീച്ചിരുന്ന് ഈ ആപ്പിലേക്ക് OTP വരുന്നുണ്ടോ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ BLO മാർ ഉള്ളത്. 4 തീയതിക്കകം ഈ എന്യൂമറേഷൻ ഫോമിന്റെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ ആപ്പ് പണിമുടക്കുകയാണെങ്കിൽ അത് പ്രയാസമായിരിക്കുമെന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും BLO മാർ അറിയിച്ചിട്ടുള്ളത്. രജിത്ത്, ശരി, ആപ്പുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് പരിഹാരമുണ്ടാകുന്നില്ല എന്ന പരാതി കൂടി BLO മാർക്കുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്തുനിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.